ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലാനിംഗ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം. പ്ലാനിംഗ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ പങ്കാളികൾ ആരൊക്കെയാണെന്നും അതിൻ്റെ കീ കമ്പോണൻസ് എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്ത് നോക്കാം, പ്ലാനിംഗ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. The planning of guidance programs aims at the holistic development of students. ഒരു പ്ലാനിംഗ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം എന്നത് ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ടുണ്ടാക്കിയ പദ്ധതിയാണ്. അതേപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട്സ് ഇൻ പേഴ്സണൽ, എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഏരിയാസ്. ഇത് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ മേഖലയെയും തൊഴിൽപരമായ മേഖലയിലെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെയും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്. ഒരു 3 ഇമ്പോർട്ടൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. എന്ന് വെച്ചാൽ എന്താ, വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതാണ് ഒരു ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇനാബിൾ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ഗൈഡൻസ് പ്രോഗ്രാംസ്. ഒരു ഗൈഡൻസ് പ്രോഗ്രാംസ് എങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ട് നടപ്പിലാക്കാം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് പ്രൊമോട്ട്സ് പാർട്ടിസിപ്പേഷൻ ഫ്രം സ്കൂൾ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ഇതെന്ന് പറയുമ്പോൾ കുടുംബത്തെയും സ്കൂളിനെയും സമൂഹത്തെയും എല്ലാം ഒരുമിച്ചുള്ള ബന്ധത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റേ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നാണ്. സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ പങ്കാളികൾ. ഈ ഒരു പ്ലാനിങ്ങിൽ പങ്കാളികളായിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയുന്നത് സ്റ്റുഡൻസ് ആണ്, എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളാണ്. രണ്ടാമത് പറയുന്നത് സ്കൂൾ സ്റ്റാഫാണ്. സ്കൂൾ സ്റ്റാഫിൽ നമുക്ക് എന്ത് പറയാം, ടീച്ചേഴ്സിനെ പറയാം, HMനെ പറയാം, അഡ്മിനിസ്ട്രേഷനെ പറയാം. അങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് വരിക, സ്കൂൾ സ്റ്റാഫിൽ വരിക. മൂന്നാമതായിട്ട് വരുന്നത് ഫാമിലീസാണ്. ഫാമിലീസിൽ എന്താ, പാരൻസ്, റിലേറ്റീവ്സ്, അതൊക്കെ. നാലാമതായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സാണ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹം. അപ്പം 4 സ്റ്റേ ഹോൾഡേഴ്സാണ് ഈ പ്ലാനിങ്ങിൽ ഉണ്ടാകുക. ഫസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, രണ്ടാമത് സ്കൂൾ സ്റ്റാഫ്, മൂന്നാമത് ഫാമിലീസ്, നാലാമത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ കമ്പോണൻസ് ഓഫ് എന്താണ്, പ്ലാനിങ് ആണ്. കീ കമ്പോണൻസ് ഓഫ് പ്ലാനിങ് ഒരു 5 കീ കമ്പോണൻസ് ആണ് നമ്മൾ ടെസ്റ്റിലുള്ളത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിഷൻ ആൻഡ് മിഷൻ എന്ന് വെച്ചാൽ ദൗത്യത്തിൻ്റെയും ദർശനത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്. അതെന്ന് വെച്ചാൽ ദൗത്യത്തെയും പിന്നെന്താണ് ദർശനത്തെയും വ്യക്തമാക്കുക. ഇതിലെന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രയോറിറ്റീസ് ഓർ കീ ടാർഗറ്റ് ഏരിയ. നമ്മളെ പ്രയോറിറ്റി എന്താണെന്നും കീ ടാർഗറ്റ് ഏരിയ ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാം, എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെന്ത് ചെയ്യുക, വ്യക്തമാക്കുക. വിദ്യാർത്ഥികളിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് വ്യക്തമാക്കുക. പിന്നെ സ്ട്രാറ്റജീസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു അച്ചീവ് ദ ഔട്ട്കം. ഒരു ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ട തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് എന്താ പറയുക, സോഫ്റ്റ് സ്കിൽ പരിശീലനം, അതൊരു പ്രവർത്തനമായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്, ഇതൊക്കെ എന്താണ്, അതിൻ്റെ സ്ട്രാറ്റജീസ് ആൻഡ് ആക്ടിവിറ്റീസാണ് നമ്മൾ ഔട്ട്കംസ് അച്ചീവ് ചെയ്യാൻ. ഇനി പറയുന്നത് ലാസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രാറ്റജീസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ കൊടുത്ത ഈ ആക്ടിവിറ്റീസ് ഇവർക്ക് ഇഫക്റ്റീവായോ എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് വിലയിരുത്തൽ മാർഗങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ ഫീഡ്ബാക്ക്, വിലയിരുത്തുക, പിന്നെ ചർച്ച ചെയ്യുക, അതൊക്കെ എന്താണ് കുട്ടികളുടെ വിലയിരുത്തൽ, ചർച്ച, ഇതൊക്കെ എന്താണ് ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസാണ്. ഒരു 6 പ്രയോറിറ്റീസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ പ്രയോറിറ്റീസായിട്ട് പറയുന്നത് ഇംപ്രൂവിങ് ഔട്ട്കംസ് എക്സ്പെഷ്യലി ഫോർ ലെസ് സക്സസ്ഫുൾ ലേണേഴ്സ്. ഇപ്പോൾ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ ജയിക്കില്ല എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളിലെ അവരെ എന്ത് ചെയ്യുക, ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക.
പിന്നെ എന്താണ് സ്ട്രെങ്തനിങ് ലിങ്ക്സ് എമംഗ് സ്കൂൾ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ സ്കൂളും കുടുംബവും സൊസൈറ്റിയുമായുള്ള ഒരു ബന്ധമില്ലേ, അതെന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. അതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് സ്കൂൾ പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്ന പ്ലാനിങ്ങുകളും പരിപാടികളും പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. അതേപോലെ അത് റിപ്പോർട്ടിങ്ങും എന്ത് ചെയ്യുക, അതും ശക്തിപ്പെടുത്തുക. ഇനി നാലാമത്തതായിട്ട് പറയുന്നത് ഇംപ്രൂവിങ് പ്രൊഫഷണൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അധ്യാപകരെ ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, പരിശീലിപ്പിക്കുക. അധ്യാപകരെയും മറ്റ് സ്റ്റാഫുകളെയും എന്തൊക്കെയാണ് ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ പരിശീലിപ്പിക്കുക. ഇനി അഞ്ചാമത്തതായിട്ട് പറയുന്നത് സ്ട്രെങ്തനിങ് പാത്ത് വേസ് എമംഗ് സെക്കൻഡറി സ്കൂൾസ്, ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ ഉയർന്ന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നമ്മളെ തൊഴിൽ വർക്ക് സ്ഥലങ്ങളും എന്ത് ചെയ്യുക, അത് തമ്മിലുള്ള എന്ത് ചെയ്യുക, ബന്ധം എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഇനി ലാസ്റ്റ് പറയുന്നത് ലിങ്കിങ് പോളിസി ആൻഡ് പ്രാക്ടീസ് ടു റിസർച്ച് ആൻഡ് എവിഡൻസ്. എന്ന് വെച്ചാൽ നയങ്ങളൊക്കെ ഇല്ലേ, നയങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ഗവേഷണങ്ങളിലും എവിഡൻസിലൊക്കെ എന്ത് ചെയ്യുക, ബന്ധപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ പ്രയോറിറ്റീസ്? ഫസ്റ്റത്തെ പ്രയോറിറ്റിയായി പറയുന്നത് ഇംപ്രൂവിങ് ഔട്ട്കംസ് എക്സ്പെഷ്യലി ഫോർ സക്സസ്ഫുള്ളി ലേണേഴ്സ്. എന്നുവെച്ചാൽ പിന്നോക്കമുള്ള കുട്ടികളെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരാനും വിജയിപ്പിക്കാനും നമ്മൾ നോക്കുക. സ്ട്രെങ്തനിങ് ലിങ്ക്സ് എമംഗ് സ്കൂൾസ് ഫാമിലീസ് ആൻഡ് സൊസൈറ്റീസ്. നമ്മുടെ സ്കൂളും ഫാമിലിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള എന്ത് ചെയ്യുക, ബന്ധം എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. പിന്നെ സ്ട്രെങ്തനിങ് സ്കൂൾ പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. പ്ലാനിങ്ങും റിപ്പോർട്ടിങ്ങും എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഇംപ്രൂവിങ് പ്രൊഫഷണൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അധ്യാപകർക്ക് നല്ല പരിശീലനങ്ങൾ നൽകുക. പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഉയർന്ന എഡ്യൂക്കേഷനും പിന്നെ സ്കൂൾ പരമായ എഡ്യൂക്കേഷനും പിന്നെ വർക്ക് ഏരിയയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. അതേപോലെ ഗവേഷണങ്ങളിലും എവിഡൻസിലൊക്കെ എന്ത് ചെയ്യുക, ഈ നയങ്ങളൊക്കെ ഉൾപ്പെടുത്തി ബന്ധം എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. അതൊക്കെയാണ് എന്ത് വരിക, എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസ് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് പ്ലാനിങ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം എന്ന് നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കി, അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കി, അതിൻ്റെ സ്റ്റേ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. പിന്നെ നമ്മൾ കീ കമ്പോണൻസ് നോക്കി. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ പ്രയോറിറ്റീസ് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാമിലുള്ളത്.